ഹായ്. അതുപോലെ ഇന്ന് രാവിലെ ഉറക്കമൊഴിച്ച് വന്ന് പത്രം എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പം ചെറുതായിട്ട് മഴ. അങ്ങനെ പത്രം എടുത്ത് അകത്ത് കയറി. ഇനി അടുക്കളയിൽ ജോലിയൊക്കെ ഉണ്ടല്ലോ, ചേട്ടന് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ അത് എണീറ്റ് വന്നപ്പോൾ മോളെ ഉറക്കമൊഴിച്ച് വന്നിരിക്കണം. സ്കൂളിൽ പോണ ദിവസം നേരത്തെ എണീക്കില്ല, ലീവ് ദിവസമാണ് നേരത്തെ എണീറ്റ് വരുന്നത്. ഞാൻ പറഞ്ഞു മോളടുത്ത് പോയി കിടന്നോ, ഇന്ന് ലീവല്ലേ. പക്ഷെ അവൾ കേട്ടില്ല. അവൾ വീടിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് ഓരോ കോപ്രായും ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞു. ഞാൻ ചേട്ടന് ചോറ് പൊതിയാൻ വേണ്ടി പോവുകയാണ്. അതിന് മുമ്പ് ആദ്യം കാപ്പി ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് കുടിച്ചിട്ടൊന്നും പോവില്ല, കാപ്പി പൊതിയണം. അപ്പോൾ ഇന്ന് കാപ്പിക്ക് എന്ന് വെച്ചാൽ ദോശയും ചമ്മന്തിക്കറിയുമാണ്. ഇവിടെ മിക്ക ദിവസങ്ങളിലും ദോശ, ചമ്മന്തിക്കറി, ദോശ, സാമ്പാർ, ചിലപ്പോൾ തന്നെ ഇഡ്ഡലി. മിക്ക ദിവസവും ദോശയൊക്കെ തന്നെ ആയിരിക്കും. അത് തന്നെ ചേട്ടൻ ജോലി സ്ഥലത്ത് കൊണ്ടുപോവുള്ളൂ. അങ്ങനെ ദോശ വെച്ച് കഴിഞ്ഞ് ഇനി അത് കറി, ചമ്മന്തി കറി ഒരു കവറിൽ കെട്ടി അതിൽ വെച്ച് പൊതിയണം. പാത്രത്തിലൊന്നും ചേട്ടൻ കൊണ്ടുപോകില്ല. വെച്ച് റെഡിയായി. ഇനി പൊതിയാനുള്ള തയ്യാറെടുപ്പാണ്. ഇപ്പോൾ ദോശയും ചമ്മന്തി ചേട്ടൻ പാത്രത്തിലൊന്നും കൊണ്ടുപോകില്ല. ഇങ്ങനെ പൊതിഞ്ഞ് കൊണ്ടുപോകണതാണ് ചേട്ടന് ഇഷ്ടം. ചേട്ടൻ പറയണമെന്ന് പറഞ്ഞാൽ പാത്രമാകുമ്പം പിന്നെ കഴുകണം, അതൊക്കെ ചെയ്യണം. പങ്കത്തെ ആകുമ്പോൾ കഴിച്ച് കളഞ്ഞിട്ട് അങ്ങ് കളയാമല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു കവറിലൊക്കെ ഇങ്ങനെ കൊണ്ട് പ്ലാസ്റ്റിക്കൊന്നും വെച്ചുകൂടാ, പാത്രത്തിൽ കൊണ്ടുപോകുന്ന പറഞ്ഞാൽ കേൾക്കില്ല. ഇതിൽ തന്നെ കൊണ്ടുപോകുള്ളൂ. ചോറും കാപ്പിയും വെള്ളം ഇങ്ങനെ ഇതിൽ തന്നെ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ഇതടുത്ത് ചോറ് പൊതിയാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ പേപ്പറൊക്കെ റെഡിയാക്കിയിട്ട്, ചോറ് നല്ല ചൂടായിരിക്കുമല്ലോ രാവിലെ, അപ്പോൾ അതല്പം ഒന്ന് ചൂട് കുറയണം. അത് നല്ല ചൂട് ചോറ്. ഇത് ഇന്ന ചോറേ കഴിക്കുള്ളൂ, ഇന്ന അരിയുടെ ചോറേ കഴിക്കും അങ്ങനെയൊന്നുമില്ല, എല്ലാം കഴിക്കും. ചോറ് നല്ല ചൂടല്ലേ, അപ്പോൾ സ്പൂണിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. അപ്പോഴേക്കും കുറച്ചൊന്നതൊരു തണുക്കും. അപ്പോഴേക്കും കൂട്ടാങ്ങളൊക്കെ പാക്ക് ചെയ്യാം. ചോറിന് കറിയെന്ന് പറഞ്ഞാൽ രസമാണ്. അത് ഞാൻ ചായക്കടയിലൊക്കെ പോലെ ഇങ്ങനെ കിഴി കെട്ടി കൊടുത്ത് വിടും. പിന്നെ അതിൻ്റെ ഒരു മീൻ വറുത്തതും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തോരൻ, അതിൻ്റെ കൂടെ ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, കത്തിരിക്ക മെഴുക്ക് വരട്ടി. അത് പിള്ളേർക്ക് ഇവിടെ ഇഷ്ടമല്ല, നമ്മൾ രണ്ടുപേരും കഴിക്കും. അങ്ങനെ എല്ലാം റെഡിയാക്കി ചോറ് പൊതിയുന്നപ്പോൾ മോളിതാ വീണ്ടും വീഡിയോയുടെ ഫ്രണ്ടിൽ വന്ന് നിന്ന് ഓരോ അഭിപ്രായങ്ങൾ പറയുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു മിണ്ടാതിരി എൻ്റെ മോൻ ഉറക്കം ഒഴിച്ചില്ല, ഉറക്കം ലീവല്ലേ, അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല. അല്ലെങ്കിൽ നേരത്തെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേ അവർ രണ്ടുപേരും എണീറ്റില്ലെങ്കിലും സ്കൂളുള്ള ദിവസം നേരത്തെ വിളിച്ചുണർത്തും. അങ്ങനെ ചോറും പൊതിഞ്ഞു, കാപ്പിയും പൊതിഞ്ഞു. ഇനി വെള്ളം വേണം. വെള്ളം റെഡിയാക്കി തുടച്ച് വൃത്തിയാക്കി. ഇനി ചേട്ടൻ്റെ ബാഗ് മോളെടുത്ത് എടുത്തിട്ട് വരാൻ പറഞ്ഞ് അവളെടുത്തിട്ട് ഇനി ബാഗിനകത്ത് വെക്കണം. ഇതാണ് ബാഗ്. അതിനകത്ത് റെയിൻകോട്ടും പണിക്കിടുന്ന ഡ്രസ്സും എല്ലാം ഉണ്ട്. അപ്പം ബാഗിനകത്ത് ഡയറക്റ്റ് വയ്ക്കില്ല, ഇതൊരു പിങ്ക് കളർ കവറുണ്ട്, അതിൽ വയ്ക്കുക. ആദ്യം ചോറ് വെച്ചിട്ട് പിന്നീട് കാപ്പി, അത് പൊതിഞ്ഞ് വെച്ചിട്ട് പിന്നെ വെള്ളം കൂടി എടുത്ത് അതിൽ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കും. ഇങ്ങനെ കൊണ്ടാണ് ജോലിക്ക് പോകുന്നത്. ജോലിക്ക് പോകാൻ വേണ്ടി ചേട്ടൻ അതാ റെഡിയായി ഇറങ്ങാറായി. ഇനി വണ്ടി എടുത്തുകൊണ്ട് നേരെ ജോലിക്ക്. ഇനി വൈകുന്നേരം 5:30-6 മണിയൊക്കെ ആകുമ്പോൾ വരും. മഴയായതുകൊണ്ട് വണ്ടി തുടച്ചിട്ട് തോർത്തിനെ എടുത്ത് ചേട്ടൻ ഒരൊറ്റ ഏറ്. ഞാനും മോളും വന്ന് വെളിയിൽ നിന്ന് മോള് പിന്നെ ഹായ് പറഞ്ഞെടുത്ത് ചേട്ടന് ചിരിച്ചുകൊണ്ട് ശരി പോയിട്ട് വരണം എന്നുള്ള രീതിയിൽ ജോലിക്ക് വന്നു. നല്ല മഴയുണ്ട്. അപ്പം ഞാനും മോളും കൂടി നേരെ റൂമിൽ വന്ന് നോക്കിയപ്പോൾ മോൻ നല്ല ഉറക്കം. അവൾക്കാണെങ്കിൽ ചേട്ടൻ എണീക്കുമോ എന്ന് പറഞ്ഞിട്ട് ചിരി. പിന്നെ മോൻ എണീറ്റില്ലല്ലോ. അപ്പം ഞാൻ പിന്നെ വെച്ച് ജനൽ തുറന്നിടാം റൂമിൻ്റെ. അപ്പോൾ ജനൽ തുറന്നപ്പോൾ മഴ നല്ല ഭംഗി, പുറത്തിട്ട് മഴ ജനൽ വഴി നിന്ന് കാണാൻ വേണ്ടി. ജനൽ തുറന്നിട്ട് ഞാനും മോളും കൂടി അവിടെ ഇരുന്നു. ഞാൻ വന്ന് മഴ കാണാൻ വേണ്ടി പുറത്ത് വന്നിരുന്നു. മോൾ വന്നില്ല. പട്ടികളും നല്ല ഉറക്കം. അപ്പം ഞാൻ അങ്ങനെ മഴ നോക്കിക്കൊണ്ടിരുന്നു. അപ്പം എൻ്റെ പുതിയ വിശേഷവുമായി വേറൊരു വീഡിയോയിൽ കാണുന്നത്. ബൈ.